രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞതോടെ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖല കടുത്ത പ്രതിസന്ധിയിൽ. സംസ്ഥാനത്ത് പല റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും ഇതിനോടകം പൂട്ടി. അവശേഷിക്കുന്നവയും പൂട്ടൽ ഭീഷണിയിലാണ്. ഇതോടെ ഹോട്ടൽ തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അതിരൂക്ഷമായ പാചകവാതക പ്രതിസന്ധിയാണ് നേരിടുന്നത്. സംസ്ഥാനത്തെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളിൽ പലതും ഇതിനോടകം അടച്ചുപൂട്ടി. ബാക്കിയുള്ള ഹോട്ടലുകളിൽ ഇനി 1-2 ദിവസത്തേക്ക് കൂടിയുള്ള പാചകവാതകമേ അവശേഷിക്കുന്നുള്ളൂ. അടച്ചുപൂട്ടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഇപ്പം ഗ്യാസ് കിട്ടൊക്കെ ഇല്ല. ഇനി നാളെ കടയടയ്ക്കണം. കടയടയ്ക്കാൻ വേണ്ടി ഗ്യാസ് വന്നാലേ തുറക്കാൻ പറ്റും. 10 സിലിണ്ടർ ഗ്യാസ് വരെ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ 2 സിലിണ്ടർ കിട്ടുന്നുള്ളൂ. 1-2 കിട്ടുന്നുള്ളൂ. ഇവിടെ വിറവ് കത്തിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. എങ്കിൽ കൂടെയും ട്രസ്റ്റിന് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് അനുവദിച്ചാൽ മാത്രം, എന്നാലും ബുദ്ധിമുട്ടാണ്. ഇന്നും നാളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളതുണ്ട്. എന്നാലും അത് കരുതലായിട്ടാണ്. ഇപ്പോൾ ഇന്ന് തന്നെ മീൽസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് ഗ്യാസ് ആവുന്നതാണ് മീൽസ് വയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ട് അത് തൽക്കാലം അത് ചെയ്തില്ല. അല്ലാതെ ചായയും അങ്ങനെയുള്ള കാര്യത്തിലേക്കാണ്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നാളെയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രതിസന്ധിയിലേക്കാവും. ഒരു 10-20 തൊഴിലാളി ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങൾക്കെല്ലാം ഒരു ബുദ്ധിമുട്ടായി മാറും. താൽക്കാലികമായി പല ഹോട്ടലുകളും വിറകടുപ്പിനെ ആശ്രയിക്കുന്ന സ്ഥിതിയാണ്. അടച്ചുപൂട്ടലിലേക്ക് കടന്നാൽ തൊഴിലാളികളുടെ കാര്യവും പ്രതിസന്ധിയിലാകും. നല്ല പ്രതിസന്ധിയാണ്. കാരണം ഇപ്പം നമുക്ക് ഗ്യാസ് കിട്ടാറില്ല. ഇപ്പം ഇന്ന് ഇതുവരെ ആയിട്ട് ഗ്യാസ് കിട്ടിയിട്ടില്ല. ഭയങ്കര ഇപ്പം കുറച്ച് വിറകൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നെ നമ്മൾ മെനുവൊക്കെ ഷോർട്ട് ചെയ്ത് വളരെ കുറച്ച് ഐറ്റംസ് വെച്ചാണ് നല്ലോണം ബുദ്ധിമുട്ടാണ്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിതരണം തടസ്സപ്പെടില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും വാണിജ്യ മേഖലയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പാചകവാതക പ്രതിസന്ധി സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യമൊട്ടാകെ തന്നെ രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഇതിനോടകം തന്നെ അടച്ചുപൂട്ടിക്കഴിഞ്ഞു. അവശേഷിക്കുന്നവയും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഇതിന് എന്താണ് പരിഹാരമാർഗമെന്നറിയാതെ നെട്ടോട്ടമോടുകയാണവർ. ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.